2013 ഏപ്രിൽ മാസം മലയാള സാഹിത്യ ചരിത്രത്തിൽ അത്യപൂർവമായ ഒരു സംഭവം നടന്നു. ബി സന്ധ്യ എന്ന കവയിത്രി പ്രേക്ഷക ലോകത്തോടല്ല, പൊതുസമൂഹത്തോട് ഉച്ചത്തിൽ ഇങ്ങനെ പറഞ്ഞു: എനിക്കിങ്ങനെയേ ആവാൻ കഴിയൂ. ഒരു കവിതയുടെ തലവാചകമായിരുന്നു അത്. ആക്ഷേപഹാസ്യത്തിൻ്റെ കൂരമ്പുകൾ എയ്ത് മലയാള ബോധത്തെ നവീകരിക്കാൻ നടത്തിയ ഒരു ദൗത്യം. അതേ തുടർന്ന് തുടർ വിവാദങ്ങളുണ്ടായി. പക്ഷേ ബി സന്ധ്യ എന്ന എഴുത്തുകാരി, കവയിത്രി പിന്നെയും അത് ആ വിവാദം ഒരു വലിയ പ്രചോദനത്തിൻ്റെ ഉറവിടമായി ഉൾക്കൊണ്ട് കവിതകൾ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. കവിത കരഞ്ഞു വിറക്കുന്നത് ഹൃദയത്തിൽ നിന്നാണ്. അത് ബുദ്ധിയുടെ വ്യാപാരമല്ല. 10ാം വയസ്സിൽ കവിത എഴുതി തുടങ്ങിയ എനിക്ക് ഹൃദയത്തിൽ ഈശ്വരൻ പേനയുമായി വരുന്ന അപൂർവം ചില നിമിഷങ്ങളിൽ മാത്രമേ കവിത എഴുതാൻ ആകൂ എന്ന് തുടർന്നുള്ള ഒരു കവിതാ സമാഹാരത്തിൻ്റെ മുഖക്കുറിപ്പിൽ ബി സന്ധ്യ എഴുതി. വാശിയോടെ അല്ലേ? വാശി എന്ന് പറയാൻ പറ്റില്ല. അതെൻ്റെ സഹജമായൊരു സ്വഭാവമാണ്. എപ്പോഴും ഹൃദയത്തിലേക്കുന്ന കൂരമ്പുകൾ ഓരോന്നും പിന്നീട് അത് എൻ്റെ തുടർന്നുള്ള ഒരു പക്ഷേ നൃത്തത്തിൻ്റെ മുദ്രകളായി മാറാറുണ്ട്. അത്രയേ ഉള്ളൂ. തുടർന്ന് ചെമ്പകം നീ മടങ്ങിപ്പോകല്ലേ എന്ന കാവ്യസമാഹാരം 2013. അവിടെ ചേതോഹരമായ മറ്റൊരു കാര്യം സംഭവിച്ചു. നമ്മുടെ വിശ്രുത കവി വിഷ്ണുനാരായണ നമ്പൂതിരിയുടെ പ്രചോദനക്കുറിപ്പ്: നീ ഏത് തൊപ്പി ധരിച്ചാലും അതിനു മീതെ ഒരു മഴവിൽ തൂവൽ ഉയർന്നു നിൽക്കുന്നു. നിന്നെ ഞാൻ ആദരിക്കുന്നത് നീ ഇങ്ങനെ തന്നെ ആവുന്നതുകൊണ്ടാണ്. മറ്റൊരു വിധം ആവാതിരിക്കട്ടെ. യഥാർത്ഥത്തിൽ ഇതുപോലെയുള്ള പ്രചോദനങ്ങൾ 10ാം വയസ്സിൽ കവിത എഴുതാൻ തുടങ്ങിയ സന്ധ്യ എന്ന എഴുത്തുകാരിക്ക് എത്രത്തോളം അമൂല്യങ്ങളാണ്. വിലമതിക്കാനാവാത്തത്ര വലുതാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി സാറിൻ്റെ ആ വാക്കുകൾ. ഞാനവ ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ്. നമ്പൂതിരി സാറിൻ്റെ ആ വാക്കുകളോടൊപ്പം തന്നെ മറ്റു പലരും അന്ന് എന്നെ വിളിച്ച് നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. കാരശ്ശേരി മാഷ് ലേഖനം എഴുതി, ചെമ്മനം ചാക്കോ മാഷ് കവിത എഴുതി, എത്രയോ പേർ, ഒരിക്കലും അറിയപ്പെടാത്ത ആളുകൾ, സാധാരണക്കാരായ എഴുത്തുകാർ, അവർ എത്ര കത്തുകൾ എഴുതി. അതുപോലെ തന്നെ അന്ന് സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നത് ഗൾഫിലൊക്കെ ഉള്ള ചില സോഷ്യൽ മീഡിയയിൽ ഏതാണ്ട് 2 ലക്ഷം പേരെങ്കിലും എനിക്ക് അനുകൂലമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എഴുത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ മുറുകെ പിടിക്കുന്ന ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും ധാരാളമുണ്ട്. മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ ഉറക്കെ പ്രഖ്യാപിക്കാൻ എഴുത്തിലൂടെ അല്ലാതെ മറ്റെന്തിലൂടെ മാനവരാശിക്ക് സാധിക്കും? അത് ഏറ്റവും സാധാരണക്കാരായ ആളുകൾ പോലും ഉൾക്കൊള്ളുന്നു എന്നുള്ളത് എനിക്ക് വാസ്തവത്തിലൊരു പുതിയ അറിവാണ്. അതെന്നെ എത്രമാത്രം പ്രചോദിപ്പിച്ചുവെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം പൊതുസമൂഹം കഴുതയാണ് എന്നൊക്കെ സാധാരണ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ പൊതുസമൂഹം നമുക്ക് വേണ്ടി എപ്പോഴെങ്കിലും നിലകൊള്ളും എന്ന് ഒരിക്കലും അതുവരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വിശ്വസിച്ചിരുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എൻ്റെ ഉറച്ച വിശ്വാസ മൂല്യങ്ങൾ കൊണ്ട്, എന്നോട് അടുപ്പമുള്ള ആളുകൾ എനിക്ക് നൽകുന്ന പ്രചോദനം കൊണ്ട് ഒക്കെയാണ് എന്ന് മാത്രമാണ് അതുവരെ ഞാൻ വിശ്വസിച്ചിരുന്നത്. എന്നെ തന്നെ മാറ്റിക്കളഞ്ഞ ഒരു പ്രതികരണമായിരുന്നു അത്. എനിക്ക് മറക്കാനാവില്ല. അതോടുകൂടി തീർച്ചയായിട്ടും എനിക്ക് ഒരു മോൾട്ടിങ് സംഭവിച്ചു എന്ന് പറയുന്നതിലൊരു തർക്കവുമില്ല. മേടാച്ചേരി രാമേന്ദ്രൻ മറ്റൊരു പ്രശസ്ത കവി. അദ്ദേഹം ഈ പുസ്തകത്തിൻ്റെ അവതാരികയിൽ തൊഴിലിനോട് ബന്ധപ്പെട്ടും അല്ലാതെയും സന്ധ്യ നേടിയ യാത്രാനുഭവ സമ്പത്തിന്മേൽ അനുകൂല ഋതുപ്പകർച്ചയിൽ മുളച്ചു പൊന്തിയ ത്രികാല സ്പർശികളായ കവിതകളാണ് ഈ സമാഹാരത്തിൽ ഏറിയ കൂറും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തീർച്ചയായും ഓരോ വാക്കും വളരെ ആലോചിച്ച് കവിതയിലും പ്രസംഗത്തിലും എഴുത്തിലും പ്രയോഗിക്കുന്ന വ്യക്തിത്വങ്ങളാണ് നമ്പൂതിരി സാറായാലും ശരി, കൃഷ്ണനാരായണൻ ഏടാച്ചേരി മാഷായാലും ശരി. അപ്പോൾ ആ അവതാരികയെ വായിച്ചുകൊണ്ട്
ഒരു അന്വേഷണം ഇവിടെ നടത്തുകയാണ്. അതായത് അതിലെ 81 കവിതകളാണ് ആകെയുള്ളത്. അതിലെ ആ കവിതകൾ സജ്ജീകരിച്ച രീതി തീർച്ചയായും അത് കവയിത്രിയുടെ തീരുമാനം തന്നെയാണല്ലോ, തീർച്ചയായും ഒരു എഡിറ്ററുടേതല്ലോ. അല്ല അല്ല. സങ്കല്പങ്ങൾ, തുടർന്ന് യാത്രകൾ, പിന്നെ യാഥാർത്ഥ്യങ്ങൾ, പിന്നെ ഗീതങ്ങൾ, പിന്നെ മൊഴിമുത്തുകൾ. ഇവിടെ ഒരു സമ്പ്രദായമുണ്ടെന്ന് കണക്കാക്കാം, സർഗ സമ്പ്രദായം. നമുക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും സങ്കല്പങ്ങളുണ്ടാകും. പക്ഷേ യാത്ര എന്ന് പറയുമ്പോൾ ജീവിതയാത്ര തന്നെ. അപ്പോഴാണ് യാഥാർത്ഥ്യങ്ങളായി മാറുന്ന സങ്കല്പങ്ങൾ. അത് കവിതയായി, ഗീതങ്ങളായി വരുന്നു. അങ്ങനെ ഗീതങ്ങളാകുന്ന കവിതയിലെ സാരാംശങ്ങൾ കാച്ചിക്കുറുക്കി മൊഴിമുത്തുകളാകുന്നു എന്ന ഒരു പരിണാമം, ഒരു കാവ്യ സംഗീത പരിണാമ രീതി അല്ലേ? അതെ. അങ്ങനെയുള്ളൊരു പദ്ധതി മനസ്സിൽ തോന്നുവാൻ കാരണം അതാണ് സംഭവിക്കുന്നത്. വാസ്തവത്തിൽ യാത്രകളിലും ഒക്കെ വളരെ നീണ്ട കവിതകൾ കാണാം. പിന്നീട് വാക്കുകൾ ചുരുങ്ങുന്നു. പിന്നെ ഫിലോസോഫിക്കലാകുമ്പോഴേക്കും വാക്കുകൾ തീരെ ചുരുങ്ങുന്നു. ഉദാഹരണത്തിന് കാലം എന്ന കവിതയിലാകെ 2 വരികളേ ഉള്ളൂ. മഹാമേരുവിനെ പൊടിക്കുന്നു, ഏറ്റവും ചെറിയ പൊടിയെ മഹാമേരുവാക്കി മാറ്റുന്നു. അതാണ് കാലം. പിന്നെ അതിൽ നിന്ന് മറ്റ് വിസ്താരങ്ങളിലേക്ക് പോകാതെ ശരി മൊഴിമുത്തുകൾ എന്നുള്ള രീതിയിലേക്ക് തന്നെ അവ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നു. വേണമെങ്കിൽ അത്തരം കാര്യങ്ങൾ ഒരു കവിതയുടെ ഭാഗമായി സങ്കല്പിക്കരുതോ മൊഴിമുത്തുകൾ എന്ന് പ്രത്യേകിച്ച് പറയാൻ എന്താണ് കാരണം? അത് ജീവിതത്തിൻ്റെ ഫിലോസഫി കാച്ചിക്കുറുക്കി എഴുതിയിരിക്കുന്നവയാണ്. അവയെല്ലാം പല കാലഘട്ടങ്ങളിലായി എഴുതിയവയായിരിക്കും. എങ്കിലും എൻ്റെ ജീവിതത്തിൻ്റെ ഫിലോസഫി അതിങ്ങനെ എഴുതാനായി ശ്രമിക്കുമ്പോൾ എപ്പോഴും എൻ്റെ വാക്കുകൾ ചുരുങ്ങി വരാറുണ്ട്. അങ്ങനെയാണ് 2 വരി കവിത പിറക്കുന്നത്, അല്ലെങ്കിൽ 4 വരി 6 വരി. അത് ഒരുപക്ഷെ ജീവിതം ഒരുപാട് കണ്ട് കഴിയുമ്പോൾ രൂപാന്തരം പ്രാപിച്ച് നമുക്ക് അവസാനം സംഭവിക്കുന്നതും അതുതന്നെയായിരിക്കും. അതുകൊണ്ടായിരിക്കും അവ അവസാനം കൊടുക്കാനായിട്ട് തോന്നിയത്. വളരെ നല്ല ഒരു വിശദീകരണം തന്നെയാണ് അത്. യഥാർത്ഥത്തിൽ നമ്മൾ ദീർഘമായി സംസാരിച്ച ഇതിഹാസത്തിൻ്റെ ഇതളുകളെ വിമർശിക്കുന്ന ചിലരെങ്കിലും ഒരു പ്രത്യേക സർഗപ്രവർത്തന വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് അറിവിൻ്റെ ആരംഭം മുനിമാരിൽ നിന്ന് അവിടെ കുറേ കൂടി പ്രാപഞ്ചിക തലത്തിലേക്ക്, ബ്രാഹ്മണ വ്യക്തിത്വങ്ങളിലേക്ക്, അത് ശൂദ്രനും സ്ത്രീക്കും വേദപഠനം പാടില്ല എന്നും മറ്റും നിർദ്ദേശിച്ച ഒരു കാല പൊതുസ്ഥലയിൽ, തുടർന്ന് സംസ്കൃതം പഠിക്കാൻ ഇടയായ കുറച്ചുകൂടി വിശാലമായ ഒരു പണ്ഡിത വിഭാഗത്തിൽ, ആ വിഭാഗത്തിൻ്റെ ഗ്രന്ഥങ്ങൾ വായിച്ച് വൈജ്ഞാനിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്തും മറ്റുമുള്ള കേരളത്തിലെ പുതിയ തലമുറ, അവർ കൈകാര്യം ചെയ്ത ഒരു വിമർശന നിരൂപണ പദ്ധതി, ഇതിലൊന്നും ഉൾപ്പെടാത്ത ആളുകൾക്ക് മറ്റൊന്നും എഴുതാനുള്ള ഒരു സ്വാതന്ത്ര്യവുമില്ല എന്നുള്ളൊരു ധാരണ ഈ കേരളത്തിലെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ അവർക്കെതിരെ വാളോങ്ങാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു അവസ്ഥയുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നുന്നു അവരായിരിക്കും ഒറ്റപ്പെട്ട ശബ്ദങ്ങളെന്ന്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലയാളികൾ മാത്രമായിട്ടുള്ള 2 ലക്ഷം ആളുകൾ എൻ്റെ കവിത എഴുതാനുള്ള സ്വാതന്ത്ര്യത്തെ തടയാൻ ശ്രമിച്ചോ എന്ന് അവർക്ക് സംശയം തോന്നിയപ്പോൾ പ്രതികരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും എഴുതാനുള്ള ആരുടെ സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്ന എന്തെങ്കിലും ഉണ്ടായാൽ എനിക്ക് തോന്നുന്നു കേരളം മൊത്തം പ്രതികരിക്കും. മറ്റുള്ളവർ ചുരുക്കമായിരിക്കും. കാരണം ഒരു വ്യവസ്ഥാപിതമായ മീഡിയ പോലും ഇന്ന് ആവശ്യമില്ല. സോഷ്യൽ മീഡിയ ഓരോരുത്തർക്കും അവനവൻ്റേതായ മീഡിയ ഇന്നുണ്ട്. അത്തരമൊരു കവിത ഞാൻ അതിൽ എഴുതിയിട്ടുമുണ്ട്. അങ്ങനെ വരുമ്പോൾ ആരെയും ആശ്രയിക്കാതെ ആർക്ക് വേണമെങ്കിലും പ്രതികരിക്കാവുന്ന, ആർക്ക് വേണമെങ്കിലും ആവിഷ്കാര സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്താവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് വിജ്ഞാനത്തെ ആരുടെയെങ്കിലും ഒരു സ്വകാര്യ സ്വത്തായി തളച്ചിടാമെന്നൊന്നും ആരും വ്യാമോഹിച്ചിട്ട് യാതൊരു കാര്യവുമില്ല.
സാധാരണ കവികളും കവയിത്രികളുമായി സംസാരിക്കുമ്പോൾ ഞങ്ങൾ വിനയപൂർവ്വം അപേക്ഷിക്കുന്ന ഒരു കാര്യമാണ് സ്വന്തം രചന സ്വന്തം സ്വരത്തിൽ പ്രേക്ഷകരോട് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ചെറിയ കവിത ചൊല്ലാം. മഞ്ചാടി മണി പോലെ തുള്ളുന്നതെന്തുള്ളം, ചെഞ്ചായം പൂശിയ മാനത്തു മിഴിനട്ട്. മഞ്ചാടി മണി പോലെ തുള്ളുന്നതെന്തുള്ളം, ചെഞ്ചായം പൂശിയ മാനത്തു മിഴിനട്ട്. മയിലാടും ചന്തത്തിൽ ആടുന്നതെന്തുള്ളം, മഴവില്ല് ചൂടിയൊരാകാശം കണ്ടിട്ട്. മയിലാടും ചന്തത്തിൽ ആടുന്നതെന്തുള്ളം, മഴവില്ല് ചൂടിയൊരാകാശം കണ്ടിട്ട്. അമ്പിളിച്ചന്തത്തിൽ മിന്നുന്നതെന്തേ നീ, നക്ഷത്രജാലങ്ങൾ പൂത്തത് നോക്കിയിട്ട്. നക്ഷത്രജാലങ്ങൾ പൂത്തത് നോക്കിയിട്ട്. കടലാസ് തോണി പോൽ അലിയുവതെന്തു നീ, കണ്ണുനീരാറ്റിലങ്ങുലയുവാൻ വിട്ടതിൽ. കണ്ണുനീരാറ്റിലങ്ങുലയുവാൻ വിട്ടതിൽ. കളിമണ്ണു പോലെ കുഴയുവതെന്തു നീ, ഒരു നല്ല ശില്പം മെനയാൻ നിനക്കായി. ഒരു നല്ല ശില്പം മെനയാൻ നിനക്കായി. പാഴ്മുളം തണ്ടായി മുറിവേറ്റതെന്തിനായി, ഒരു വേണുഗാനം നിനക്കായി പൊഴിക്കുവാൻ. ഒരു വേണുഗാനം നിനക്കായി പൊഴിക്കുവാൻ. മഞ്ചാടി മണി പോലെ തുള്ളുന്നതെന്തുള്ളം, ചെഞ്ചായം പൂശിയ മാനത്തു മിഴിനട്ട്. ചെഞ്ചായം പൂശിയ മാനത്തു മിഴിനട്ട്. മലയാള കവിതയുടെ ശീലലാളിത്യം അതിമനോഹരമായി ആഗാനം ചെയ്യുന്നു കവയിത്രി തന്നെ. ഇതേ കവയിത്രി ഘനഗംഭീരമായ വാക്കുകളിലൂടെ തൻ്റെ കാവ്യ നിലപാടുകൾ, തൻ്റെ ജീവിതത്തിൻ്റെ കാവ്യദർശനത്തെക്കുറിച്ച് ഉച്ചൈസ്ഥരം ഉദ്ഘോഷിക്കുന്ന ഭാഗവും ചെമ്പകം നീ മടങ്ങിപ്പോകല്ലേ എന്നുള്ള സമാഹാരത്തിൽ കാണാം. അത് അവതാരിക എഴുതിയ എളാച്ചേരി മാസ്റ്റർ പറഞ്ഞത് അത് ഉജ്ജ്വലമായൊരു മാനിഫെസ്റ്റോ ആണ് എന്നാണ്. ഉഷസ്സിനെ എൻ്റെ ശിരസാക്കൂ, നക്ഷത്രങ്ങളെ എൻ്റെ അസ്ഥികളാക്കൂ, പ്രണവത്തെ എൻ്റെ ശബ്ദമാക്കൂ, നദികളെ എൻ്റെ നാഡികളാക്കൂ. ചെമ്പകം നീ മടങ്ങിപ്പോകല്ലേ എന്നുള്ള ടൈറ്റിൽ പോയം അല്ലെങ്കിൽ തലക്കെട്ടിന് ആധാരമായ കവിത, അതിൽ ഇതുപോലുള്ളൊരു പുരാവൃത്തം. ചെമ്പകം സ്വർഗജാതയായ ചെമ്പകം, പിന്നെ ഭൂമിയിലേക്ക് വന്നു ചേർന്ന ഒരു ഭാഗം, കർഷകർക്ക് വിത്തുചാലിൽ ഒരുപക്ഷെ അറിയാതെ മുളപ്പിച്ചെടുക്കാവുന്ന ഒരു സാധ്യത എന്നല്ലാതെ മനുഷ്യന് ബോധപൂർവം ചെമ്പകം നട്ടുപിടിപ്പിക്കാനാവില്ല തുടങ്ങിയ കൽപ്പനകൾ. ഇതൊക്കെ എങ്ങനെയാണ് സ്വായത്തമാക്കുന്നത് ഇത്തരം ചിന്തകൾ? അതൊരു സ്വപ്നമാണല്ലോ. ചെമ്പകം സ്വർഗത്തിൽ നിന്ന് വന്നതാണ് എന്നുള്ള ഒരു സങ്കല്പവും കർഷകൻ്റെ കൈക്കോട്ട് മുട്ടുമ്പോഴാണ് അത് പൂക്കുന്നതെന്ന സങ്കല്പവുമൊക്കെ മറ്റെവിടെയെങ്കിലും വായിച്ചിട്ടുള്ളതല്ല. അതൊരു കൽപ്പനയായി കവിത എഴുതുമ്പോൾ വന്നതാണ്. ഭൂമിയിലുള്ള നന്മകൾ മടങ്ങിപ്പോകുന്ന കാലഘട്ടം വരാതിരിക്കട്ടെ, നന്മകളെല്ലാം ഭൂമിയിൽ നിലനിൽക്കട്ടെ എന്നുള്ള ഒരു സ്വപ്നം, അതിൻ്റെ സാക്ഷാത്കാരം കൂടിയാണ് ആ കവിത. പക്ഷേ അതിലെ കാവ്യ ബിംബങ്ങളുടെ കാര്യത്തിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ഒരു മധുരിമ പ്രേക്ഷകർക്ക് വേണ്ടി ചെമ്പകത്തിൻ്റെ ഓമനക്കൊമ്പിലോ ഭൂമി ചുറ്റുന്ന ഗന്ധർവർ പാർക്കുന്നു. ഈ ഗന്ധർവർക്ക് പാർക്കാൻ അത്തരം ലോലമായ സ്ഥലം ആയാലും മതിയല്ലോ. സ്വർഗപുത്രി സ്വയംഭൂവുമാകയാൽ നട്ടുകൂടാ മനുഷ്യർക്ക് ചെമ്പകം. ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ കവിതയിൽ എഴുതി വയ്ക്കുമ്പോൾ അത് ഓർത്തോർത്ത് പാടുന്നവരിലൂടെ അത് കുറേ ദൂരം കൂടി ഇനിയും സഞ്ചരിക്കുന്നു എന്നുള്ളതല്ലേ കവിത എഴുതാനുള്ള മറ്റൊരു പ്രചോദനം. ആരെങ്കിലുമൊക്കെ വായിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് കവിത എഴുതുമ്പോൾ അത്രയും ചിന്തയൊന്നുമില്ല. കാരണം എഴുതണം എന്ന അത്രയധികം അഭിവാഞ്ച ഉള്ളിലുദിച്ച് പേനത്തുമ്പിലൂടെ അത് ഒഴുകിയേ മതിയാവൂ എന്നുള്ള അവസ്ഥയിലെത്തുമ്പോഴേ ഞാൻ കവിത എഴുതാറുള്ളൂ.
അതല്ലാതെ ഇന്നിപ്പോൾ ഒരു കാര്യം നടന്നു എന്നാൽ പിന്നെ അതിനെക്കുറിച്ചൊരു കവിത എഴുതി കളയാം എന്നുള്ള മട്ടിലല്ല. ആക്ഷേപഹാസ്യം പോലും ഞാൻ അങ്ങനെ എഴുതാറില്ല. ആ കവിത പോലും എനിക്ക് തോന്നുന്നു 1 വർഷം മുമ്പ് ഞാൻ എഴുതിയ ഒരു കാര്യം പിന്നീട് അതൊന്ന് പോളിഷ് ചെയ്തിട്ട് ആഴ്ചപ്പതിപ്പിന് അയച്ചു കൊടുത്തതാണ്. അതൊരു മറ്റൊരു സംഭവം. അഴീക്കോട് മാഷ് ഒരു വിവാദത്തിൽപ്പെട്ട അവസരത്തിൽ ഞാൻ എഴുതി വെച്ചിരുന്ന ഒരു സംഗതി 1 വർഷത്തിന് ശേഷം അത് വളരെ മിനുക്കുമണികൾ ചെയ്തു. അതൊരു മാത്തമാറ്റിക്കലായിട്ടുള്ള കാൽക്കുലേഷനിലാണ് അത് അങ്ങനെയാണത് ഞാനത് എഴുതിയിരിക്കുന്നത്. അപ്പം അങ്ങനെ അത് പിന്നീട് എഴുതിയതാണ്. അതല്ലാതെ ഇപ്പം ഇത് വായിച്ചിട്ട് ഇങ്ങനൊരു സംഭവം നാട്ടിൽ നടന്നു എന്നാൽ ഇപ്പോൾ ഒരു കവിത അങ്ങനെ എഴുതാൻ എനിക്കാവില്ല. മീനച്ചലാറിൻ്റെ കുളിർമയുടെയും കൂട്ടുകാരി സ്വന്തം ഗ്രാമത്തിൽ നിന്ന് ജീവിതത്തിൻ്റെ സങ്കീർണമായ വിശാലതയിലേക്ക് നടന്ന് പോകുന്നത് എങ്ങനെ എന്നുള്ളതാണ് ഒരുപക്ഷെ ബി സന്ധ്യയുടെ, എഴുത്തുകാരിയുടെ കവിതകളുടെ ഒരു പൊതു ഉദ്ദേശ്യതലം എന്ന് തോന്നിയിട്ടുണ്ട്. അങ്ങനെ പറയാമോ എന്ന് അന്വേഷിക്കുകയാണ്. എനിക്ക് എൻ്റെ നാട്, എൻ്റെ നാടിൻ്റെ ഭാഷ, അതൊക്കെ ആയിട്ടുള്ള ആ ഒരു ജൈവബന്ധം എന്നും സൂക്ഷിക്കുന്ന ആളാണ്. എഴുത്തിൻ്റെ ഏറ്റവും വലിയ പ്രചോദനവും അതൊക്കെ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. ഈ ഘട്ടത്തിൽ തീർച്ചയായും ആ മിഴിമുത്തുകളിലെ പ്രേക്ഷകരിൽ, പ്രത്യേകിച്ചും പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് എന്നും പ്രചോദനമായി ഭവിച്ചേക്കാവുന്ന ഏതാനും വരികൾ ഉദ്ധരിച്ചുകൊണ്ട് മാഡത്തിൻ്റെ കവിതകളെക്കുറിച്ചുള്ള, ബി സന്ധ്യയുടെ കവിതകളെക്കുറിച്ചുള്ള ഈ സംഭാഷണ ഭാഗം അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. വിജയി എന്ന കവിത. നീ എന്താണെന്ന് നീ നിർവചിക്കുമ്പോൾ നീ വിജയി. മറ്റുള്ളവർ പറയുന്നതാണ് നീ എന്ന് കരുതി നീ നിന്നെ ചിട്ടപ്പെടുത്തുമ്പോൾ നീ പരാജിതൻ. സ്വാതന്ത്ര്യത്തിൻ്റെ മഹത്തായ ഉദ്ഘോഷണം അല്ലേ സ്വയം പര്യാപ്തതയുടേതും. തീർച്ചയായും. ഇനി അങ്ങോട്ടുള്ള കാവ്യ യാത്രയെക്കുറിച്ച് കവി